ചാണകമല്ല, ചാകണം. എങ്ങനെ പോരെ സാറേ? നിങ്ങൾ ഞാൻ പറയാൻ ടൈപ്പ് ചെയ്യും. ചെല്ലടാ, നീ ചെന്ന് നൈസായിട്ട് പോയി ചോദിച്ചിട്ട് വാ. ഞാൻ പോകത്തില്ല, ഭയങ്കര ചൂടനാ. ചോദിക്കേ, ഇതൊക്കെ സിമ്പിൾ അല്ലേ? നീ പോയി ചോദിച്ചിട്ട് വാ. പോ. ചാകണം സാറേ, അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കണം. സാർ, എന്താടാ അസൈൻമെന്റ് ഞാൻ എഴുതിത്തരണോ? അല്ല, ഞാൻ സ്റ്റാഫ് റൂമിൽ പോയായിരുന്നു. എന്നിട്ട് സാറിനെ കണ്ടില്ല. ഇപ്പൊ കണ്ടല്ലോ. സാർ, അസൈൻമെന്റ് ഒന്ന് മേടിക്കണം. സൗകര്യം എടുത്തോണ്ട് പോടാ. ഇപ്പോഴാ ഓരോരുത്തർക്ക് സമയം കിട്ടിയ ടൈപ്പ് ചെയ്യാൻ കൊണ്ട് വിട്ടോ. നീ വാ, നമുക്ക് നോക്കാം. വാ. ഇത്ര നേരം ഉണ്ടേ പറയുന്നു. ചേട്ടാ, 2 കോപ്പി. ആ 13ാമത്തെ 13. ചേട്ടാ, ആ ഫയൽ നടത്ത് മാറ്റി വെച്ചേ. ആ ഫയൽ മൊത്തം സെലക്ട് ചേട്ടാ, മാറി. ആ ചെറുക്കൻ്റെ അസൈൻമെൻറ്റും കൂടെ വാങ്ങിയിട്ട് കൊണ്ടുവെക്ക്. നിങ്ങൾക്കെന്താ വട്ടാണോ? അതിനെ പരിപാടിയാ. അങ്ങനെ ഇപ്പോൾ അവനെ തേക്കണ്ട. അവൻ ആ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. ഇല്ലെങ്കിൽ സാറിനോട് പറഞ്ഞു കൊടുക്കും. ഉറപ്പാണോ? ആ, പറഞ്ഞു കൊടുക്കും. പിന്നെ എന്റെ പൊന്നി വെച്ച് അതൊന്ന് ശരിയാക്കാൻ നമ്മൾ എത്ര നേരം കൊണ്ടിരിക്കുന്നു. നോക്കിയത് എത്തിയോ? ഞാൻ കരുതി എന്റെ മരിപ്പിനെ വരത്തുള്ളൂ. ഞാൻ എന്നാ ചെയ്യാനാ? സാധനം കിട്ടണ്ടായോ? അത് കഞ്ചാവിനൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞയച്ചത്. 1 കിലോ ഉള്ളി വാങ്ങിക്കാനല്ലേ. എനിക്ക് മരുന്ന് കഴിക്കണം. പോയി 1 ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാം. ദയച്ചി. ചേച്ചി, ഈ ലാലേട്ടൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന കാണിച്ചോ? ഒരു വട്ടം കാണിച്ച്, കൂടെ ഒരു സിമുകോ. എന്തൊരു ഇതാ. ഓ ചേച്ചി, ചേച്ചി ഒരു കാര്യം അറിഞ്ഞോ? എന്തോന്ന്? ജീമോന്റെ കടയിലെ ബേബി പറഞ്ഞതാ. എന്തോന്ന്? നമ്മളെ ചെക്കനെ കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണുമായിട്ട് ഒരു ഇത്. ആര്? കുട്ടാപ്പിയോ? നിനക്ക് എങ്ങനെ അനാവശ്യം പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ, ഇപ്പൊ അങ്ങനെയായോ? എനിക്ക് കേൾക്കണ്ട. ചെറുക്കം വെറുതെ വെള്ളം കോരുന്നതാ. എന്നെ ഇതുപോലെ ഒരുത്ത വളയ്ക്കാൻ നോക്കിയതാ. പക്ഷെ ഞാൻ വീട്ടിൽ ഏത് ഗതി കെട്ടവനാണോ അത്? എന്ത് എന്നെ എത്ര കാണാൻ കൊള്ളില്ലേ? മര്യാദക്ക് സത്യം പറഞ്ഞു. നിനക്ക് ആ പെങ്കുച്ചിന് ഇഷ്ടമാണോ? എന്ത് ഇഷ്ടമാണോന്ന്? നിങ്ങൾക്ക് വട്ടാണോ? പ്രേമം പലരെയും വട്ടന്മാരാക്കും. അയ്യോ, പഴയ നാടകത്തിലെ വല്ല ഡയലോഗായിരിക്കും. എന്താടാ നാടകത്തിനോട് ഇത്ര പുച്ഛം? ഞാൻ തെരുവ് നാടകം കളിച്ചിരുന്ന കാലത്തെ അതുവഴി പോയ മധുസാറെ വണ്ടി നിർത്തി എന്റെ അഭിനയം കണ്ടതാ. എന്നിട്ടേ അദ്ദേഹത്തിന്റെ വക ഒരു ചോദ്യം, റോസ്മേരിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. ചുമ്മാ അന്ന് എനിക്ക് എത്ര ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഞാൻ അത്ര കാര്യമാക്കിയില്ല. നിങ്ങളെ പൊങ്ങച്ച കേൾക്കാനല്ല ഞാൻ ഇവനെ വിളിച്ചു വരുത്തിയത്. ഇവന്റെ പ്രേമകഥ അറിയാനാ. ഓ, പ്രേമമില്ല, ഒരു മണ്ണം കിട്ടില്ല. ചെറുക്ക, നീ നോക്കിക്കോ. നീ പെണ്ണ് കെട്ടാതെ ഇങ്ങനെ മൂത്ത് നരച്ചിരിക്കും. മര്യാദക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നീ ഒരു കാലത്തും. എന്റെ പൊന്നമ്മച്ചി, പ്രാകരുത്. പറ്റിപ്പോയി. ഇഷ്ട. പക്ഷെ പെങ്കൊച്ചിനോട് ഞാൻ ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല. ദേവി, നിങ്ങൾക്ക് ആരോടും പറയരുത്. പറയില്ല.
പറയല്ലേ എന്നാ കുഴപ്പമില്ല. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, കവരത്തി. അണ്ണാ അണ്ണൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് പറയണ്ടേ? എന്താ ആഗ്രഹം? ആരതി ആരതി നീ കൊള്ളാലോടാ. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ള വേദനയാണ്. ചിലപ്പോ അത് വേണ്ടെന്ന് തോന്നും, പക്ഷേ അത് നഷ്ടപ്പെടുത്താൻ ആരും തയ്യാറല്ല. ഇതെങ്ങനെ ഒപ്പിച്ചു? എന്തോ ഒന്നുമില്ല. ഒപ്പിച്ചു. ബാക്കി പൈസ വേണ്ട. എന്താ നീ ഒരു കാമുകനല്ലേ? എന്തിന് വൃത്തിയും മെനയൊക്കെ ആയിട്ട് നടന്നൂടെ? അയ്യോ, ഈ ചോദ്യം ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. പ്രേമിക്കാൻ ആദ്യം വേണ്ടത് ചങ്കൂറ്റമാണ്. അണ്ണാ ഞാനൊരു ഐഡിയ പറയട്ടെ. പോടാ. ഒരു ഐഡിയ അല്ലേ അണ്ണാ? എടാ പോടാ. ഓ വരുന്നുണ്ടല്ലോ, ആരതി വരുന്നുണ്ടല്ലോ. ചേട്ടാ ചേട്ടാ റെക്കോർഡ് ബുക്ക് വരയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവിടെ ആരുമില്ല. അണ്ണൻ വരയ്ക്കും, അണ്ണൻ വരയ്ക്കും. അണ്ണനാ എൻ്റെ എല്ലാം വരയ്ക്കാറ്. ചേട്ടാ പ്ലീസ്. സമയമില്ല. 2 പടയുള്ളൂ ആകെ. ഒരു മൈക്രോസ്കോപ്പും ഒരു തവളയും. ഒരു മൈക്രോസ്കോപ്പും ഒരു തവളയും വരച്ചു കൊടണ്ണ. നോക്കാം. ആ എടുത്തോട്ടെ. ഒരാളുടെ മതി. എന്നാ എൻ്റെ മതി. അപ്പൊ എന്റെയോ? സ്വന്തം കാര്യം മാത്രമല്ലേ ഉള്ളൂ. പോയി നാളെ വാ, പരിചയിച്ചേക്കാം. ആ വാ പോ. പോടാ. മുഴുകുട്ടിയായി വണ്ടി ഒന്ന് ശരിയാക്കണമായിരുന്നു. ഇവിടെ ബൈക്ക് നന്നാക്കാറില്ല. ശരിക്കും എന്നെ ഓർമ്മയില്ലേ? മറക്കേണ്ടി വന്നു. ഒരു ദിവസം അതിരാവിലെ വന്ന് കാത്തിരിക്കണമെന്ന് പറഞ്ഞ് ഒരുപ്പൊക്കെ പോയതാ. എൻ്റെ വിവരക്കേട് കൊണ്ട് ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. എൻ്റെ നല്ല പ്രായം ഒന്ന് തള്ളി. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഈ മുഖം മറക്കാൻ ഒരുപാട് പാടുപെട്ടു. നീ കാത്തിരുന്ന കാര്യം നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ? തമാശ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. മേലിൽ ഇത് സംസാരിക്കാൻ വേണ്ടി ഇവിടെ വരരുത്. ജീമോനെ, ജീമോനൊന്നും പറഞ്ഞില്ല. മോളിയോടൊന്ന് സംസാരിക്കണം. അതെ, ഞാനൊരു വണ്ടി ബ്രോക്കറാണ്, കല്യാണ ബ്രോക്കർ അല്ല. ഈ പ്രേമത്തിലൊന്നും അല്ലേലും എനിക്ക് വിശ്വാസമില്ല. ഞാൻ കാരണം ജീവിതം നഷ്ടപ്പെട്ടു പോയതാ അവൾക്ക്. അന്നത്തെ എൻ്റെ സാഹചര്യം ഒന്നും അങ്ങനെ ആയിരുന്നുടാ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ സാർ അതിന് ശേഷം കല്യാണമൊന്നും കഴിച്ചില്ലേ? വിവാഹമൊക്കെ കഴിച്ചു. 3-4 കൊല്ലം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു. അതങ്ങ് പോയി. പിന്നെ കല്യാണം കഴിക്കണമെന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം മോളിയെ കണ്ടപ്പോൾ സാറ് വിഷമിക്കണ്ട. നമുക്ക് ചേച്ചി കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. സമ്മതിക്കും പോരെ? ചേട്ടത്തി, ചേട്ടത്തി എന്താ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നീ എന്താടാ ഇന്ന് താളഞ്ഞു വിട്ടുന്നത്? കാശുവല്ലം വേണോ? ഞാൻ നമ്മുടെ ആ കുട്ടാമ്പിള്ള സാറിന്റെ കാര്യം. അയാൾക്ക് വട്ടാണ്. ഈ പ്രായത്തിൽ ഞാൻ അയാളെ കെട്ടണോ? പണ്ട് അയാളുടെ വാക്കേ ഞാനൊന്ന് വിശ്വസിച്ചതാണ്. അതെ, ഇനി ദൂരോട്ട് എങ്ങോട്ടൊന്നും പോവില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുന്ന സാറ് പറഞ്ഞു. എടാ, എനിക്ക് പ്രേമോ കല്യാണം ഒന്നും വേണ്ട. ഒരു പരി പള്ളിയിൽ അച്ഛന്മാരെ പറ്റി സംസാരിക്കരുത്. നിങ്ങളല്ലേ ഇവിടെ പ്രേമം ചൂടൊന്നുമാണ് തേങ്ങയാണെന്നൊക്കെ നാട്ടുകാരെന്ത് പറയുന്നു വിചാരിക്കണ്ട. അതൊക്കെ സാറ് വെക്കും. അയാൾ ഇവിടെ എന്താ? ആ
അല്ല ഇത് അതെ ആ താക്കോലും തന്നെ താക്കോൽ തരാൻ മറകട് കേറ്. എന്തിന് കേറാൻ. ഒന്ന് പതുക്കെ പോകും. ഒന്നുമില്ല, ഒന്നും വരരുന്നേ. ചത്തിട്ടില്ല. ഇറങ്ങി ഇറങ്ങാൻ. ഈ വണ്ടിയുടെ പുറകിൽ നിന്ന് ഒരാളിച്ച ആളാണ് ഇത്രയും ധൈര്യം ഉണ്ടെന്ന് നീ പറഞ്ഞത്? ഇത് തന്നെ ഞങ്ങൾക്ക് പേടി. ആ ആളാണ് ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോണത്. അത് നിനക്ക് വേറെ പണിയില്ലടാപ്പാ. എന്താ? അതെ, ഒന്ന് നിന്നേ. ഒരു പ്രശ്നമില്ലാത്ത എൻ്റെ വണ്ടിക്ക് ഇവിടെ കുഴപ്പമുണ്ട്, അവിടെ കുഴപ്പമുണ്ട്, അവിടെ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കള്ളത്തരം പറഞ്ഞ എന്തിനാ? കൂടുതൽ അഭ്യാസം കാണിക്കല്ലേ. എന്നെ ഇവിടെ വീണ്ടും കൊണ്ടുവരാനല്ലേ. എന്നിട്ടും എന്തിനാ എന്നെ വീണ്ടും കാണണ്ടെന്ന് പറയുന്നത്? വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് പേരിടും? ഭഗവതി വിലാസം കോളനി എന്ന് പേരിട്ടാലോ? വോട്ടർ പട്ടികയിൽ പേരെടുക്കാനല്ല. പിന്നെ എന്ത് പേരിടും? ഡാഗിനി നല്ലിടാം. എന്ന് വെച്ചാ കേട്ടിട്ടില്ലേ? ഡാഗിനി. സുന്ദരിയും സൽ സ്വഭാവിയുമായ ഒരു അമ്മൂമ്മ. പാവം. ദുഷ്ടന്മാർ അവരുടെ പേര് കേട്ടാൽ ഭയന്ന് വിറയ്ക്കും. മൊത്തത്തിലൊരു നന്മ വരും. അമ്മൂമ്മയല്ല ചേച്ചി, നിങ്ങളുടെയൊക്കെ പ്രായം വരും. അല്ല, മഹാഭാരതത്തിലുണ്ടോന്നൊരു സംശയം. കാണും കാണും. ദുഷ്യന്തന്റെ ആരോമാണ് അവൾ. എന്തായാലും പേര് കേൾക്കാൻ ഒരു കുമ്മൊക്കെ ഉണ്ട്. ആണല്ലേ? എങ്കിൽ നമുക്ക് ആ പേര് തന്നെ ഇടാം. ഇതിന് നീയുണ്ടോടാ? ഞാനെന്തിനാ? ഞാൻ നിങ്ങളെപ്പോലെ അമ്മൂമ്മയോ നന്മവരൊന്നും അല്ലല്ലോ. സരോജേ, ഇവനെയും കൂടി ഇതിൽ ചേർക്കണം. സാധനങ്ങൾ വാങ്ങിക്കാൻ ഇനി ഇതിൽ കൂടി പറഞ്ഞാൽ മതിയല്ലോ. അത് ശരി, നിന്നെ കൂടെ ചേർക്കാട്ടാ. വേറെ എന്തെങ്കിലും വേണോ? എന്നേട്ടാ മോൻ്റെ പേരെന്താ? മോൻ്റെ പേരെന്താ? വിൻസെന്റ്. വിൻസെന്റ്, ഇത് കള്ളനാ. ഇത് കളയോട്ടം എടുത്തോണ്ട് പോയേ. നീ ഇത് എന്നെ പഠിപ്പിക്കുക? നോട്ട് മാറ്റിതാടാ. വാ.
എന്ത്? ഏതാണ്ട് 5 കോടി രൂപ. അതിപ്പോഴും കാണാനില്ല. ജീവിക്കാൻ പല പണിയും ചെയ്തു. ഒടുവിൽ ഹവാലി മായൻ അവനെന്നെ കൊല്ലും. ആരാണ് മായൻ? റോസ്മേരി കുറച്ച് ഗ്ലാസ് വെള്ളം കിടത്തി. ആ എല്ലാരും ഉണ്ടല്ലോ. റെഡി. അല്ല, എല്ലാവരും ഇവിടെ വന്നിരിക്കണം. അവിടെ കൂടായിരുന്നല്ലോ. എന്തിന്? അങ്ങേർക്കൊരു കമ്പനി ആവുമല്ലോ, അവരോട് ഇരിക്കട്ടെ. വാ ഡാ, കുറച്ചാ പാവത്തിനും കൂടി കൊടുത്തേക്കണേ. വാ. എല്ലാവരും അധികം നേരം നിൽക്കാതെ അങ്ങോട്ട് വരണേ. വാ. അന്നേ ദിവസം കൊണ്ട് അവസാനിച്ചു. ചതിയനം. ചേട്ടാ നേരിട്ട് വണ്ടി വണ്ടിയുടെ അങ്ങനെ പോയല്ലോ. നിങ്ങളോട് കാർ നിൽക്കാൻ പറ്റേ, നിങ്ങളോട് നിൽക്കാൻ പറ്റും.
മോനെ, ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും നീ അവരെ കണ്ടിട്ടുണ്ടോ? നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? എന്റെ ആങ്ങളുടെ മോനൊരു കോൺസ്റ്റബിളാ. നാളെ രാവിലെ ഞാൻ അവനെ വിളിച്ച് ചോദിക്കാം. എന്നാലും ഇതിപ്പോ ആരായിരിക്കും? മായൻ. ആരാ? അതവനാണ് മായൻ. നമുക്കേ പോലീസ് പരാതിപ്പെട്ടാലോ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്നാലും ആ പണം ആരുടെ കയ്യിലാണെന്ന് ഒരു പിടിയുമില്ലല്ലോ. വിക്രമൻ പർത്തി സാർ. അവൻ വിചാരിച്ച ചിലപ്പോൾ മായൻ്റെ അടുത്ത് എത്താൻ പറ്റും. ഗുണ്ടേ, പേടിക്കണ്ട, എൻ്റെ കൂട്ടുകാരന്. അവനെവിടെയുണ്ട്? കുറച്ച് ദൂരെ. എവിടെയാണെങ്കിലും ഞാൻ പോയി കാണാം. അവനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ മായനോട് നേരിട്ട് സംസാരിച്ചോളാം. വിവരക്കേട് പറയില്ല. ഒറ്റയ്ക്ക് ജീവിച്ച് മരിക്കണമെന്ന് തീരുമാനിച്ചതാണ്. അപ്പോഴാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതവുമായി അയാൾ വന്നത്. ഇനി അത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറില്ല. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഈ പ്രായത്തിൽ മരിക്കാനും എനിക്ക് ഭയമില്ല. കുട്ടേട്ടൻ ജീവനോടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ തിരിച്ചുകൊണ്ടുവരും. അയാൾക്ക് കാശാണ് വേണ്ടതെങ്കിൽ ഇതെല്ലാം വിറ്റുപെറുക്കി ഞാൻ കൊടുക്കും. നീ തനിച്ചു പോണ്ട, ഞാനും വരാം. നിങ്ങളൊക്കെ പോയാൽ ഞാനും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ഞാനും വരും. അയ്യോ അയ്യോ, നിങ്ങൾക്കൊക്കെ വട്ടായോ? തീർത്ഥാടനത്തിന് പോണ കാര്യമല്ലേ പറഞ്ഞേ? നിർത്തടാ, ഞാനും ഉണ്ട്. കുറച്ച് ദിവസം സീരിയൽ ബേബി നോക്കാൻ നമുക്ക് ആ മേരി ഇവിടെ നിർത്താം. ഒന്നും പറ്റിയില്ലെങ്കിലും ചാവുന്നതിന് മുമ്പ് ആ മായൻ തൊണ്ടിയെ പണിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. നീയും വരണം. ഞാനോ? നീ വരും. എന്തിന്? ആ കുട്ടേട്ടനെ കൊണ്ട് കാലം പറഞ്ഞിട്ടുള്ളത് നീയാ. അതുകൊണ്ട് നീയും വരണം. അയ്യോ, നീ പേടിക്കണ്ടടാ. നിനക്കൊരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തിക്കും. അത് നല്ല ഇത് എന്തോന്നത്? വൃദ്ധസാറിന് ടൂർ വന്നിരിക്കണം. അതുകൊണ്ട് നീ വാ പറയാം. വാ, ചുമ്മാ ഒന്ന് ബഹുമാനിച്ചേര്. ഞാൻ പറഞ്ഞില്ലേ വിക്രമൻ. സന്തോഷമായി.
മായനായിട്ട് പണിയാനാണോ നീ അമ്മച്ചിമാരായിട്ട് ഇങ്ങോട്ട് വന്നത്? ആരാണ് നിന്റെ അമ്മച്ചി? ഓ എങ്ങനെ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണം നിങ്ങളെന്നാ ഞാൻ കുമാരി എന്ന് വിളിക്കട്ടെ. വിക്രമ, എന്തോ നീ ശരിക്കുള്ള പറുദീസ കണ്ടിട്ടുണ്ടോ? കണ്ട അമ്മച്ചി എവിടുന്ന് സീരിയസ് ആയി. ചുമ്മാ എന്റെ പൊന്നു ചേട്ടത്തിമാരെ, നിങ്ങൾ പറഞ്ഞ ഈ സംഭവം ഞാൻ നേരത്തെ അറിഞ്ഞതാ. ആ വീഴ്ചയ്ക്ക് ശേഷം മായന്റെ അച്ഛൻ രാജുഭായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. മായന്റെ കയ്യിരിക്കുന്ന വജ്രായുധം നിങ്ങൾ കണ്ടോ? അയാളെ പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? മായന്റെ അച്ഛൻ രാജുഭായ് മംഗലാപുരത്തെ ഹവാല ഇടപാടുകൾ അടക്കി ഭരിച്ചിരുന്ന ഡോൺ. മായൻ മരണം പോലും അവനെ കണ്ടാൽ പേടിച്ചു മാറി നിൽക്കും. മായന്റെ അനിയൻ ഇന്ദ്രൻ, ഇവൻ ഉണ്ടായതോടുകൂടി രാജുഭായിയുടെ ഭാര്യ രാധമ്മ ക്ലോസ്. അവനെ വളർത്തിയത് അവിടെയുള്ള ഗുണ്ടകളാണ്. ഇന്ദ്രനെ കൂടെ നിർത്തി പണി പഠിപ്പിക്കണമെന്ന് മാത്രമാണ് രാജുഭായി മായനോട് പറഞ്ഞ അവസാനത്തെ ആഗ്രഹം. അണ്ണ അവനിവിടെ എത്തിയിട്ടുണ്ട്. നീലൻ പള്ളിപ്പറമ്പ് വെച്ച് ഞാൻ അവനെ കണ്ട്. ജോസേ വണ്ടി എടുക്ക്. വണ്ടി എടുക്കും കയറിക്കോ. എടാ ഈ വേഷത്തിൽ നീ എങ്ങോട്ടാ? അണ്ണാ താമസം ഞാൻ പോവും, പിന്നെ കിട്ടൂല. അതൊന്നും പ്രശ്നമല്ല, നീ പോയി വേഷം മാറിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. വേഷമൊക്കെ ഇത് മതി. നീ പറയുന്നത് കേട്ടാ മതി. നീ വേഷം മാറിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യോളാന്ന് പറഞ്ഞില്ലേ? എന്തോ മാറ്റാ പോരാ. എവിടെ പോയാലും നല്ല നീറ്റായിരിക്കണം. നമ്മുടെ സ്റ്റൈല് വിട്ട് ഒരു കളിക്ക് നിൽക്കരുത്. അതുപോലെ തന്നെ കൊല്ലാൻ പോവാണെങ്കിൽ ശരി. ഓക്കെ. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് മാസ്. വണ്ടി എടുക്ക്. മതിയടാ. ഇനി അവനെ വെട്ട്. വെട്ടട്ടെ? ശരിയല്ല വെട്ടടാ അവനെ. വെട്ടിക്കോ നീ. എന്താണ് ഇവനീ കാണിക്കുന്നത്? ആ വാഴ വെട്ടിയോടെ വെട്ടടാ. അണ്ണാ നമുക്ക് വെടിവെച്ച് വന്നാ പോരാ. നീ അവനെ വെട്ടുമ്പോ അവന്റെ ചോര നിന്റെ ദേഹത്ത് എറിക്കണം. അത് നിനക്ക് കിട്ടുന്നൊരു മെഡലാണ്. വെടിവെച്ച് കൊല്ലാനൊക്കെ ആർക്കും. ഇവന് എനിക്ക് പറ്റിയൊരു തണ്ടിയല്ലെന്നേ. തണ്ടിയല്ല നീ വെട്ട്. നീ തീർന്ന് വെട്ടങ്ങ്. ഇവ ശരിയാവില്ല. കുറച്ചുകൂടെ ഗ്ലാമർ ഉള്ള ഒരുത്തനെ കിട്ടും. ഗ്ലാമർ ഉള്ള ഒരുത്തനോ? ഗ്ലാമർ ഇല്ലാത്തവന്റെ ചോരക്കാണ് ഭംഗിയുള്ളു. നീ വെട്ട്. അറപ്പിക്കുന്നു. നിർത്ത്. വേറെ വാർത്തലെടുത്ത് ശരിയാവുന്നില്ല. എനിക്ക് മനസ്സിലായി. നീ തൽക്കാലം അതീ വെട്ടിപ്പടി. എപ്പോഴെങ്കിലൊക്കെ പറഞ്ഞു കൊടുത്തു വിടടാ. അത് തന്നെ. അതേപോലെ ഇവിടെ ഒന്ന് വെട്ടാ. കൈ സൂക്ഷിക്കണേ. വെട്ട്. ഇവിടെ ഒന്ന് വെട്ട്. കഴുത്ത് നോക്കി വെട്ട്. എത്ര ഉള്ളൂ. അവരുടെ കൈ പോകാൻ നോക്കണം. നീ വെട്ടിക്കോ. കഴുത്തിന് വെട്ടിയാണ്. കൈ മാറണേ. എന്തൊക്കെയാണ്? ഏയ് ഒന്നുമില്ലടാ. നമ്മുടെ ചെക്കൻ വലിയ ആളായി. ഡിഗ്രിയൊക്കെ പാസ്സായ ഓരോരുത്തൊരു സന്തോഷം. അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ പറ, കുട്ടമ്പിള്ള ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറ. ഇല്ല. നിനക്കെങ്ങനെയാ അവനെ പരിചയം? അത് ഞാൻ ഈ ചെറിയ ഹവാല ഏർപ്പാടുകളിലൊക്കെ മധ്യസ്ഥനായിരുന്നു. പിന്നെ ഇയാൾക്കൊരു വലിയ ആന്റിക് ശേഖരമുണ്ട്. അപ്പൊ ചില നല്ല സാധനങ്ങളൊക്കെ കിട്ടുമ്പോ അവിടെ കൊണ്ടുപോയി വെക്കാറുണ്ട്. അവന്റെ അടുത്ത് എങ്ങനെ എത്താൻ പറ്റും? ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ചാവാൻ അത്രയ്ക്ക് കൊതിയായി. നിനക്ക് വട്ടായോടെ ഈ കളവുമാരെ കൊണ്ട് പകരം ചോദിക്കാൻ പോലെ. ഇവിടെ ചാവുന്ന കാര്യം പറയുമ്പോ സുഖമായിട്ട് തുറങ്ങുന്നു. നിർത്തടാ. ആരാണ് നിന്റെ തള്ള? നിന്നെ ഞാൻ നിനക്ക് ഞാൻ പറയണമെന്ന് മനസ്സിലാവുന്നില്ലേ? ഇതെങ്ങാനും മായനറിഞ്ഞാൽ ഗംഗയിലൊഴുക്കാൻ ഒരു കഷ്ണം എല്ല് പോലും തരില്ല. അടിപൊളി.
നീ അല്ലേ പറഞ്ഞ നീ നാട് പറപ്പിക്കുന്ന വലിയ ഗുണ്ടയേക്കാന്ന്. ഗുണ്ടയൊക്കെ തന്നെ, എന്നാലും ജീവിച്ചിരുന്നാലേ ഗുണ്ടയായിട്ട് കാര്യമുള്ളൂ. നീ ഞങ്ങളിലൂടെ വരണം, മായനുമായിട്ട് സംസാരിക്കണം. പിന്നെന്ത്, എന്റെ പട്ടി വരും. അങ്ങേരെ പണിഞ്ഞവന്റെ വക്കാലത്ത് പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാൻ എന്റെ തലയ്ക്ക് ഓളൊന്നുമില്ല. നീ വരില്ല, നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടാ. നീ നോക്കിക്കോ, ഒരു പട്ടി പോലും നോക്കാതെ ഞാൻ വരാം. ഹലോ, ആ എത്തി മോനെ, ദർശനവും കഴിഞ്ഞ്. ആ എല്ലാരും ഉണ്ട്. അയ്യോ മോനെ, പ്രസാദം കൊണ്ടുവന്ന് വാങ്ങിക്കട്ടെ, പിന്നെ വിളിക്കാം. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതായി കളവേള കൊണ്ട് ഇതിലൊന്നും പോകരുതെന്ന്. നിനക്ക് ജീവിക്കാൻ കുത്തിയോട്ട് കേട്ടു കൂടോ? ഞാൻ പോകും. നടു ചെറുതായൊന്ന് വെട്ടിയെന്നേ ഉള്ളൂ. കുറച്ച് കിടന്നാ മതി, ഇതിപ്പോ ശരിയാവും. ഇപ്പൊ വരാം. എങ്ങോട്ട് പോരുത്, ഇപ്പൊ വരട്ടെ. പോകരുത്. ആരാടാ? അറിയില്ലെന്ന്. 5-6 പേരുണ്ടായിരുന്നവർ. മുഖം മറിച്ചതൊന്നും കാണാൻ പറ്റിയില്ല. അണ്ണ സൂക്ഷിക്കണം. ആ ഫോണിങ് തരാൻ അവനെവിടാ? നീയാണോടാ ഗുണ്ട? അവന്റെ തമ്മറാടാ. മായിന്റെ നമ്പർ തരാനല്ലേ പറഞ്ഞത്? മൊബൈൽ തരാ. ഹലോ, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല, പക്ഷേ നിനക്ക് ഞാനൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ ചെന്ന് കണ്ടു കാണുമല്ലോ. എന്താ നീ പണിഞ്ഞത് എന്റെ ആളെയാ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി മുതൽ ഞാൻ കാണും നിന്റെ പുറകിൽ, നിന്റെ മരണം വരെ. ആരാടി നീ? ഞാൻ ഡാഗിനി. സംഭവം അവനൊന്ന് വരണ്ടിട്ടുണ്ട്. ആ ഫോണിൽ സിം മുറിക്കളയട്ടെ.